നമസ്കാരം, പ്രൈം ഇന്ത്യ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രൈം ഇന്ത്യ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്താ പറയാ, വൈറൽ താരം എന്നൊക്കെ തന്നെ പറയാം, നമുക്ക് വിശേഷിപ്പിക്കാം. വൈറൽ താരം എന്നതിനേക്കാൾ ഉപരി ഏറിൽ നിൽക്കുന്ന താരമായ അഭിലാഷ് ആട്ടയത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളത് അഭിലാഷിന്റെ കുറെ കോപ്രായങ്ങളും മറ്റു കാര്യങ്ങളും മാത്രമാണ്. പക്ഷെ നമ്മുടെ ചാനലിലൂടെ നമുക്ക് അറിയേണ്ടത് അഭിലാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ പ്രശസ്തരായ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഏതൊരു കഥാപാത്രത്തെ ഏതൊരു കോമഡി അദ്ദേഹം ചെയ്താലും അതിന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. ഇദ്ദേഹത്തെ പോലുള്ള ആർട്ടിസ്റ്റുകളെ നമുക്ക് കാണാൻ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നല്ല കഴിവുള്ള ഒരു കലാകാരൻ ഇന്ന് ഒരു കോമാളിയെ പോലെ കോമാളി കളിച്ച് സമൂഹത്തിന്റെ മുന്നിൽ സ്വയം താഴ്ന്ന ഇതിലേക്ക് പോകുന്നത്? ഇദ്ദേഹത്തിന്റെ ഓരോ വിഷ്വൽസും കാണുമ്പോഴും നമുക്ക് പലപ്പോഴും നന്നായിട്ട് ഇത്രയും അവതരണവും നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു നല്ലൊരു ആർട്ടിസ്റ്റ്, എന്തുകൊണ്ടാണ് കുറെ സ്ത്രീകൾ അതിന്റെ പുറകെ പൂ കൊടുക്കുന്ന, പുഷ്പം കൊടുക്കുന്ന, അവരെ പൊക്കി മുകളിലേക്ക് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള അങ്ങയോട്, ഇത്രയും നല്ല കഴിവുകൾ ഉണ്ടായിട്ടും അങ്ങ് എന്തിനാണ് ഇങ്ങനെയുള്ള ഈ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഇന്റർവ്യൂയിലേക്ക് വിളിച്ചതിന് നന്ദി പറയാണ് എല്ലാ ടീമിനും. ഇപ്പൊ ചേച്ചി ചോദിച്ചത് സത്യമാണ്. കാരണം ഇതുപോലെ ഇപ്പൊ ഒരു വേദി, ഇതുപോലൊരു സ്ഥലത്ത് ഇരിക്കുന്നത് തന്നെ കോമാളിത്തരം കാണിച്ച് വന്നുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയുന്നത് തന്നെ ഇപ്പൊ ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ചാനലിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വന്ന് കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലൂടെയാണ് ഞാൻ വന്നത്. അതിനു മുമ്പ് എന്നെ സപ്പോർട്ട് ചെയ്ത്, മിമിക്രിയിൽ സപ്പോർട്ട് ചെയ്ത് എന്നെ പഠിപ്പിച്ച ടീച്ചർമാരും, എനിക്കൊരു സുഹൃത്തുണ്ടായത് സുമേഷ് ഗുഡ്ലക്ക് എന്ന് പറഞ്ഞു. ഇപ്പൊ കോമഡി ഉത്സവത്തിലുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹമാണ് എന്നെ ഒരു ജ്യേഷ്ഠനെ പോലെ നിന്ന് സപ്പോർട്ട് ചെയ്ത് തന്ന ആളാണ്. പിന്നെ എനിക്ക് ഒരു ഓഡിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് ഞാൻ കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലേക്ക് എത്തി. മണിച്ചേട്ടനെ അവതരിപ്പിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. ഈ കലാഭവൻ മണിച്ചേട്ടനെ അവതരിപ്പിച്ച് കോമഡി ഉത്സവത്തിൽ വന്നപ്പോൾ ഒരുപാട് പേര് വിളിച്ചു, കുറച്ച് നാളെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ചാനലിൽ നമുക്കൊരു പ്രോഗ്രാം കിട്ടിയില്ല. അപ്പൊ അവിടുത്തെ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചാനലിൽ പോയി പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞു. ഈ കോമഡി ഉത്സവം ചാനലിൽ മാത്രമേ. അപ്പൊ അന്നേരം ഈ ഒരു പരിപാടി ഇറങ്ങിയോണ്ട് വേറെ ചാനലിൽ നിന്ന് കുറെ അവസരങ്ങൾ വന്നു. പക്ഷെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ആ അവസരം നഷ്ടപ്പെട്ടു. വീണ്ടും ചോദിച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ ഞാൻ വരുന്നത് ഒരു കോടി എന്ന് പറഞ്ഞ പരിപാടിയിലാണ്. പേഷ്യൻസിന് വേണ്ടി മണിക്കൂറോളം പാട്ട് പാടി തെരുവോരങ്ങൾ എന്നാണ് ഒരു കോടിയിലേക്ക് എത്തിയത്. പിന്നെ കോമഡി സ്റ്റാർ, ബമ്പർ ശരി, അങ്ങനെ ഒരുപാട് പരിപാടിയിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മേല് പൂത്ത് കയറും. ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന സിനിമയില്ലേ, അതിൽ നായകൻ ഞാനായിരുന്നു. അത് ചിലരോട് പറയുമ്പോൾ കമന്റ്സിലൂടെയൊക്കെ എന്ന് പറഞ്ഞൊരു എന്താ പറയാ, നമുക്കൊരു ഇതായിട്ട് പറയും, എന്താ പറയാ, ചുമ്മാ പറയണെന്ന് പറയും. പക്ഷെ ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന സിനിമയിലേക്ക് വിനയൻ സാർ വിളിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതിന് കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ മൂവാറ്റുപുഴ തന്നെ ഒരു ആളുണ്ടായിരുന്നു, തൃക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അരുൺ ചേട്ടനാണ്. വിനയൻ സാറിന്റെ ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ പറഞ്ഞ് എന്നെ കുറിച്ച് പറഞ്ഞു. അവിടെ ചെന്നു. വിനയൻ സാറിന് മുമ്പിൽ വെച്ച് ഞാൻ പല ഇത് കാണിച്ചു, വാസനിലക്ഷനിലെ കാണിച്ചു. അപ്പൊ അത് എനിക്കൊരു നായകവേഷം തന്നെ ഒരു ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, രാജാമണിക്കാണ് ഭാഗ്യം വന്നത്. എന്നെയും മണിച്ചേട്ടനെ ഡൂപ്പ് ചെയ്യുന്ന മണിച്ചേട്ടന്റെ പാട്ട് രഞ്ജു ചാലക്കുടിനൊക്കെയാണ് ആടിയത്. പക്ഷെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞേ, ഇനി മണിച്ചേട്ടന്റെ ഡൂപ്പ് ചെയ്യുന്നവർ വേണ്ട, മണിച്ചേട്ടനായിട്ട് ഫുള്ളായി അനുകരിച്ച വ്യക്തികൾക്ക് മാത്രമാണ് അതിന്റെ പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ വേണ്ട എന്ന് പറയുന്നത്, അതിൽ താങ്കളെ നിരാകരിച്ചത് ഡ്യൂപ്പ് വേഷം ചെയ്തത് കൊണ്ടാണെന്ന് പറഞ്ഞത് സത്യാവസ്ഥയിലുള്ള ഒരു കാര്യം തന്നെയാണോ? അല്ല, ഞാൻ പറഞ്ഞ അതിൽ സത്യാവസ്ഥ തന്നെയാണ്. നമുക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. പക്ഷെ ആ സിനിമയിൽ നായനായിട്ട് കിട്ടിയില്ലെങ്കിലും സാർ എനിക്ക് ആ സിനിമയിൽ വേഷം തന്നു. ആ ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വേഷം തന്നു. മണിച്ചേട്ടന്റെ ഒരു ഭാഗമായുള്ള ഒരു വേഷം തന്നു. അതിന് ദൈവത്തിനോടും അതുപോലെ വിനയൻ സാറിനോടും നന്ദി പറയുകയാണ്. കാരണം മനസ്സുകൊണ്ട് നമുക്കൊരു സന്തോഷം തോന്നിയൊരു ഇതാണ് അങ്ങനെ ഒരു വേഷം തന്നത്. സ്റ്റേജ് ഷോ ഒക്കെ കിട്ടാറില്ലേ? സ്റ്റേജ് ഷോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കിട്ടാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഷോ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് അവസരങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വിളിക്കണം, അഭിലാഷ ചാൻസ് ഉണ്ട്, ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് പരിപാടി ഉണ്ടെന്ന് പറയും. നമ്മൾ ജീവിച്ചുകൊണ്ടേ നമ്മളപ്പോ പറയും എന്തെങ്കിലും പേയ്മെന്റ് കിട്ടും നിൽക്കുമ്പോൾ അത് ഉണ്ടാവില്ല, ഒരു ചാൻസ് തരാന്ന് പറയും. ചാൻസ് കിട്ടി നമ്മളെ വയറ് കയറിയോ വേണം, ചാൻസ് ഇട്ട് കാര്യമില്ലോ. പിന്നെ ഈ കോമാളിത്തരം എന്ന് പറയുന്ന സംഭവമില്ല, കോമാളിത്തരം അതിലേക്ക് വരാൻ കാരണം കുറെ കാര്യങ്ങളുണ്ട്. ഈ കോമാളിത്തരം കാണിച്ചു നിന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരുപാട് ചാൻസ് ഞാൻ ചാനലിലൊക്കെ ചോദിക്കും പറയും, അതിന് ഫെയിം ആയവരെ മാത്രമാണ് ഇന്റർവ്യൂ കൊടുക്കുള്ളൂ എന്ന് പറയും. അല്ല, ഫെയിമാവരെ മാത്രം ഇന്റർവ്യൂ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം ലഭിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഒരു അതായത് അഭിലാഷ് ഇപ്പൊ ചെയ്യുന്ന ഒരു വഴിയിലൂടെ മാത്രമേ ഫെയിം ആകാൻ പറ്റുള്ളൂ എന്നാണോ അങ്ങയുടെ ഒരു ചിന്താഗതിയല്ല? നമ്മൾ അങ്ങനെ ആയിപ്പോയതാണ്. കാരണം ഇന്ന് ഇപ്പൊ ചിലർ കാണുമ്പോൾ നമുക്ക് ചിലവർ നമ്മൾ കമന്റിലൂടെ തെറി പറയുന്നവരുണ്ട്, നല്ലത് പറയുന്നുണ്ട്. ചിലർ കമന്റിലൂടെ തെറി പറഞ്ഞ് മെസ്സഞ്ചറിൽ വന്നിട്ട് കൂടുന്നുണ്ട്, ഒരുമിച്ച് ചായ കുടിച്ചിട്ടുണ്ട്. കണ്ടാ നിന്നെ വെട്ടിക്കൊല്ലുന്ന പറഞ്ഞ ആൾക്കാരുണ്ട്. കണ്ടാ ഞങ്ങൾ വാക്കുതർക്കം ഉണ്ടായി. ഏറ്റവും അവസരം എന്നിലെ മനുഷ്യനെ മനസ്സിലാക്കിയപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, അയാളുടെ നമ്പർ അയച്ചു, ഞാൻ വിളിച്ചു, പേരൊന്നും പറയുന്നില്ല, ഞങ്ങൾ ഒരുമിച്ച് ചായ വരെ കുടിച്ചു എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല സുഹൃത്താണ്. കഴിഞ്ഞ ദിവസം അഭിലാഷിനെ മോശമായിട്ടും ഇപ്പം അച്ഛന അമ്മ ഒക്കെ മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകൾ പറയുന്നുണ്ട് അഭിലാഷിന്റെ കമന്റ് ബോക്സിലും അല്ലാതെയൊക്കെ തന്നെ. പക്ഷെ അതേ കാര്യം തന്നെ അഭിലാഷും തിരിച്ചു പറയുന്ന ഒരു വീഡിയോസ് ഞാൻ കാണേണ്ടതായി വന്നു.